children. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കെമിസ്ട്രിയുടെ ഫസ്റ്റ് യാത്രയായ സോളിഡ് സ്റ്റേറ്റിന്റെ ലാസ്റ്റ് ഭാഗം ഓർമ്മയുണ്ടോ? നമ്മൾ പഠിപ്പിച്ച് നിർത്തിയത് എവിടെയാ? ടെട്രാഹൈഡ്രൽ വോയിഡ് എന്താണ്, ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്താണ്, അതെല്ലാം നമ്മൾ പഠിച്ചു നിർത്തി അല്ലേ? അപ്പൊ ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് പ്രോബ്ലംസ് ആണ്. അതായത് അതിന്റെ കാൽക്കുലേഷൻ പഠിക്കണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോ ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, അത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആവാം, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആവാം. രണ്ടിലും HCP ആണേലും CCP ആണേലും ആ ക്ലോസ് പാക്ഡ് പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്പിയേഴ്സ് ആയിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്തത്. ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ HCP or CCP n പാർട്ടിക്കിൾസ് ഉണ്ടെന്നിരിക്കട്ടെ. If there are n particles in close packed pattern of HCP or CCP, അങ്ങനെയാണെങ്കിൽ രണ്ട് ടൈപ്പ് വോയിഡ്സ് ഉണ്ട്, ടെട്രാഹൈഡ്രൽ വോയിഡും ഒക്ടാഹൈഡ്രൽ വോയിഡും. അപ്പൊ പാർട്ടിക്കിൾസ് ഇൻ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം n ആണെങ്കിൽ അതിൽ 2n ടെട്രാഹൈഡ്രൽ വോയിഡ് കാണും. അത്രേ എണ്ണം തന്നെ എന്ന് പറഞ്ഞാൽ n ഒക്ടാഹൈഡ്രൽ വോയിഡും കാണും. അത് നമ്മൾ ഓർത്തിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എടുത്തു, അതില് 1 million പാർട്ടിക്കിൾസ് ഉണ്ടെന്നിരിക്കട്ടെ. ക്ലോസ് പാക്ഡ് പാറ്റേൺ കൺസിസ്റ്റ് ഓഫ് 1 million പാർട്ടിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ there will be 2n tetrahedral voids and n octahedral void. അതായത് ക്ലോസ് പാക്ഡ് പാറ്റേണിലെ ഓരോ പാർട്ടിക്കിളിനും 2 ടെട്രാഹൈഡ്രൽ വോയിഡും കാണും, ഒരു ഒക്ടാഹൈഡ്രൽ വോയിഡും കാണും. ഈച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇൻ എ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ consists of 2 tetrahedral voids and 1 octahedral void. നമ്മൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് ഇപ്പൊ അയോണിക് സോളിഡ് എന്താണ് അയോണിക് സോളിഡ്? അതായത് കാറ്റയോൺ, പോസിറ്റീവ് ചാർജുള്ള അയോണും ആനയോൺ, നെഗറ്റീവ് ചാർജുള്ള അയോണും അടങ്ങിയിട്ടുള്ള സോളിഡിനെയാ പറയുന്നത് അയോണിക് സോളിഡ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു, ഇതിൽ ആർക്കാ സൈസ് കൂടുതല്? ആനയോൺസ്. ആനയോൺ ഈസ് ബിഗർ ദാൻ കാറ്റയോൺ. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാനിവിടെ. അപ്പോഴ് ആനയോൺസ് ആർ ബിഗർ ദാൻ കാറ്റയോൺ. അപ്പം ആനയോൺസ്, ദറ്റ് ഈസ് നെഗറ്റീവ് അയോൺസ്, ഫോംസ് ദ ക്ലോസ് പാക്ഡ് പാറ്റേൺ. നെഗറ്റീവ് അയോൺ അല്ലെ ആനയോൺ കൊണ്ടാണ് ക്ലോസ് പാക്ഡ് പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്, ബിഗർ അയണായ ആനയോൺ കൊണ്ട്. കാറ്റയോൺ, ദറ്റ് ഈസ് സ്മോളർ അയോൺസ് ദാറ്റ് ഓക്കുപൈ ഇൻ വോയിഡ്സ്. സ്മോളർ അയോൺസ് ഓക്കുപൈ ചെയ്യുന്നത് വോയിഡിലാണ്. അപ്പം ക്ലോസ് പാക്ഡ് പാറ്റേൺ ഈസ് കമ്പോസ്ഡ് ഓഫ് ബിഗർ അയോൺസ് ദറ്റ് ഈസ് ആനയോൺസ് ആൻഡ് സ്മോളർ അയോൺസ് ദറ്റ് ഈസ് കാറ്റയോൺസ് ഓക്കുപൈ ഇൻ വോയിഡ്സ്. അപ്പം രണ്ട് ടൈപ്പ് വോയിഡ് ഉണ്ട്, ടെട്രാഹൈഡ്രൽ വോയിഡും ഒക്ടാഹൈഡ്രൽ വോയിഡും. ഇതിൽ ആർക്കാ സൈസ് കുറവ്? ടെട്രാഹൈഡ്രൽ വോയിഡ് ഈസ് സ്മോളർ ദാൻ ഒക്ടാഹൈഡ്രൽ വോയിഡ്. അപ്പൊ നമ്മുടെ കാറ്റോണിന്റെ സൈസ് തീരെ ചെറുതാണെങ്കിൽ ഇറ്റ് ഓക്കുപൈ ടെട്രാഹൈഡ്രൽ വോയിഡ്. ഇഫ് ദി കാറ്റയോൺസ് ആർ സ്മോൾ ഇനഫ്, tetrahedral voids are occupied. If they are large enough, octahedral voids are occupied. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ പ്രോബ്ലം ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? If there are n constituent particles in close packed pattern, there will be 2n tetrahedral void and n octahedral void. പിന്നെ in ionic solid, smaller ions cation occupy in tetrahedral void if they are small enough. If they are bigger, octahedral voids are occupied, and larger ions, that is anions, forms the close packed pattern. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ഒന്ന് വായിക്കാം. A compound is formed by 2 elements X and Y. Atoms of the element Y ഇവിടെ ആനയോൺ ആണ്, make CCP, cubic close packing, and those of the element X അതിവിടെ കാറ്റയോൺ ആണ്, occupy all the octahedral voids. What is the formula of the compound? A compound is formed by elements X and Y എന്ന് പറയുന്നു. Y ആണ് ഇവിടുത്തെ ആനയോൺ,
അതാണ് CCP ഫോം ചെയ്തിരിക്കുന്നത്. വൈൽ അനയോൺ ഫോം CCP, X എന്ന് പറയുന്നത് കാറ്റയോൺ, സ്മോളർ അയോൺ, ഇറ്റ് ഓക്കുപൈ ഇൻ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയും. അപ്പൊ ക്ലോസ് പാക്ഡ് പാറ്റേണിൽ വൈയുടെ എണ്ണം n ആണെന്നിരിക്കട്ടെ. ലെറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് y ഇൻ ദി ക്ലോസ് പാക്ഡ് പാറ്റേൺ ബി n. അപ്പം y എന്ന് പറയുന്നത് n. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്ലോസ് പാക്ഡ് പാക്കിങ്ങിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും എണ്ണം ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. Therefore, number of octahedral voids in the close packed structure is n. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒക്ടാഹെഡ്രൽ വോയിഡിലും x ഓക്കുപൈ ചെയ്യുന്നത്. In all octahedral voids, x is occupied by x. Therefore, number of x particles is n. x element n എണ്ണം ഉണ്ട്. Atoms of x element n, atoms of y element n. Therefore, x is to y എന്ന് പറയുന്നത് n is to n ആവും. അപ്പം n ക്യാൻസൽ ചെയ്യുമ്പോൾ 1 is to 1. അപ്പം x ഉം 1, y ഉം 1. Therefore, formula of the compound is x to y. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം. അപ്പൊ ഇത് മനസ്സിലായോ? അതായത് compound is formed by two elements x and y. Y forms CCP lattice. Therefore, now let the number of particles of y be n. If the number of octahedral void in a close packed structure is equal to the number of particles, therefore number of octahedral void is n. In all octahedral voids, x is occupied. Therefore, number of atoms of element x equals n. Therefore, x is to y is equal to n is to n. That is 1 is to 1. Therefore, the formula of the compound is xy. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. Atoms of element B form HCP lattice, hexagonal close packing lattice, and those of the element A occupy 2/3 of the tetrahedral voids. What is the formula of the compound formed by the elements A and B? നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അതായത് atoms of element B forms HCP lattice. A hexagonal close packing is composed of B atoms. അപ്പോൾ let the number of B atoms be n. B യുടെ പാർട്ടിക്കിൾസിന്റെ എണ്ണം, B എലമെന്റിന്റെ ആറ്റംസിന്റെ എണ്ണം n ആണെന്നിരിക്കട്ടെ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? A occupy 2/3 of tetrahedral void. മൊത്തം എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് കാണും? If there are n particles, there will be twice the number of tetrahedral voids will be twice the number of particles. Therefore, number of tetrahedral void എത്ര ആയിരിക്കും? n. HCP is composed of n atoms of element B. Therefore, number of tetrahedral void is 2n. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? B occupy 2/3 of tetrahedral void. മൊത്തത്തിലുള്ള ടെട്രാഹെഡ്രൽ വോയിഡിൽ 2n ഉള്ളതിൽ അതിന്റെ 2/3 A occupy ചെയ്യുന്നത്. Therefore, A number of atoms of element A equals 2/3 of 2n എന്ന് വരും. അപ്പൊ നമ്മള് A is to B എഴുതുമ്പോ A എത്രയാ? 2/3 of 2n. B എത്രയാ? n. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ n n ക്യാൻസൽ ആവും. 4/3 is to 1. That is 4 is to 3 എന്ന് വരും. എന്ന് പറഞ്ഞ A4 B3. അപ്പൊ ഫോർമുല ഓഫ് കോമ്പൗണ്ട് ഈസ് A4 B3 എന്ന് വരും. എന്നൂടെ പറയാം. എന്താ പറഞ്ഞേ? HCP hexagonal close packing is composed of B atoms of element B. അപ്പം let the number of atoms of B be n. B യുടെ ആറ്റംസിന്റെ എണ്ണം n ആണെന്നിരിക്കട്ടെ.
പിന്നെന്താ തന്നിരിക്കുന്നത്? A occupy 2/3 of tetrahedral void എന്ന് പറഞ്ഞു. നമ്മള് എത്ര tetrahedral void കാണും? If there are n particles in the closed packed structure, therefore number of tetrahedral voids will be 2n. പിന്നെന്താ പറഞ്ഞത്? A occupy 2/3 of tetrahedral void. Therefore number of atoms of element A is 2/3 of 2n. അപ്പൊ നമ്മള് A is to B എങ്ങനെ കിട്ടും? 2/3 of 2n is to B യുടെ n. n ഉം cancel ആയപ്പോ 4/3 is to 1. That is 4 is to 3. A4B3. A4B3 is the formula of the compound. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. A compound is formed by two elements M and N. The element N forms CCP, cubic close packing, and the atoms of M occupy 1/3 of tetrahedral voids. What is the formula of the compound? നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താ പ്രോബ്ലത്തിൽ പറയുന്നത്? The compound is formed by two elements M and N. N forms CCP lattice. Cubic close packing lattice is composed of the element N. Let the number of atoms of the element N in the close packing be N, small letter n. അപ്പോൾ നമുക്കറിയാം n particles close packing il undengil there will be 2n tetrahedral voids. Therefore the number of tetrahedral voids is 2n. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? M occupy, atoms of the element M occupy 1/3 of the tetrahedral void. Therefore number of atoms of M is 1/3 of 2n. അങ്ങനെയെങ്കിൽ M is to n എങ്ങനെ എഴുതാം? M എത്രയാ? 1/3 into 2n is to n എത്രയാ? n. n നും ക്യാൻസൽ ആയി. അപ്പം 2/3 is to 1. That is 2 is to 3 എന്ന് പറഞ്ഞാൽ formula of compound M2N3. Formula of compound is M2N3. ഇതാണ് ആൻസർ. എങ്ങനെയാ കിട്ടിയത്? എന്നോട് പറയാം. The compound is formed of two elements M and N. N forms cubic close packing patterns. Therefore number of atoms of element N is n. That is number. If there are n number of particles in the close packing, there will be 2n tetrahedral voids. Therefore tetrahedral void 2n. Then number of atoms of element M occupy 1/3 of tetrahedral void. Therefore 1/3 of 2n. Hence M is to n. Ratio between M and n 1/3 of 2n is to n. n and cancel ആയി. 2/3 is to 1. 2 is to 3. M2N3. M2N3 is the formula of the compound. നമുക്ക് അടുത്തൊരു അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ എല്ലാവർക്കും. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക്. A compound forms hexagonal close packed structure. What is the total number of voids in 0.5 mole of it? How many of these are tetrahedral voids? എന്താ പ്രോബ്ലത്തിൽ പറയുന്നത്? കോമ്പൗണ്ട് ഫോംസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. പിന്നെ ആ കോമ്പൗണ്ടിന്റെ 5 മോൾ എടുത്താല് അതിൽ എത്ര വോയിഡ്സ് കാണും? അപ്പൊ നമ്മള് വോയിഡ്സ് എത്ര കാണും എന്നറിയണമെങ്കിൽ 0.5 മോളിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം അറിയണം. പാർട്ടിക്കിൾസിന്റെ എണ്ണം അറിഞ്ഞാൽ നമുക്കറിയാം അത്രേ എണ്ണം പാർട്ടിക്കിൾസിന്റെ അത്രേ എണ്ണം തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ് കാണും. അതിന്റെ ഇരട്ടി എണ്ണം ടെട്രാഹെഡ്രൽ വോയിഡും കാണും. പിന്നെ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ്സ് നമുക്ക് കിട്ടും.
നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ അറിയേണ്ടത്? 0.5 മോളിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം അറിയണം. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ 0.5 മോൾ. ആ നമ്പർ നമ്മൾ സാധാരണ ഇപ്പം കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി ക്ലോസ് പാക്കിംഗ് n ആയിട്ടാണ് എടുത്തത്. അപ്പം ലെറ്റ് ഇറ്റ് ബി n ഈക്വൽസ് എന്തോ തന്നേക്കുന്നേ 0.5 മോൾ. നമുക്കറിയാം വാട്ട് ഈസ് മോൾ? അവോഗാഡ്രോ നമ്പർ. എത്രയാ അവോഗാഡ്രോ നമ്പർ? 6.022 into 10⁻23. ഒരു മോളിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം 6.022 into 10⁻23 ആണ്. അങ്ങനെയാണെങ്കിൽ 0.5 മോളിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 0.5 into 6.022 into 10⁻23 പാർട്ടിക്കിൾസ്. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ക്ലോസ് പാക്കിംഗിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്ര എണ്ണം തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡും കാണും. Therefore, number of octahedral void equals n. Equals ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? അതായത് 3.011 into 10⁻23. അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. 3.011 into 10⁻23. ഇനി നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് എങ്ങനെയാ? twice the number of particles in the closed vacuum. Therefore, number of tetrahedral void equals 2n equals 2 into 3.011 into 10⁻23 equals 6.022 into 10⁻23. നമുക്ക് ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം കിട്ടി 3.011 into 10⁻23. ടെട്രാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം 6.022 into 10⁻23. Therefore, total number of voids equals ഇത് പ്ലസ് ഇത്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9.033 into 10⁻23. മനസ്സിലായോ? അതായത് എന്തൊക്കെയാ പറഞ്ഞത്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വോയിഡ്സ് പ്രസന്റ് ഇൻ 0.5 മോൾ ഓഫ് ദി കോമ്പൗണ്ട് എന്നാ ചോദിച്ചത്. നമ്മള് നമ്പർ ഓഫ് വോയിഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറിയണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി ക്ലോസ് പാക്കിംഗ് ആൻഡ് നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് ഈസ് twice the number of particles in the closed vacuum. Therefore, number of particles in 0.5 mole. We know that 1 mole consists of Avogadro number of particles, that is 6.022 into 10⁻23 number of particles. Therefore, number of particles in 0.5 mole, 0.5 into 6.022 into 10⁻23. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.011 into 10⁻23. Therefore, number n ആണെന്നിരിക്കട്ടെ. Therefore, number of octahedral void equals n equals ഇത് തന്നെ 3.011 into 10⁻23. Therefore, number of tetrahedral void 2n. Therefore, number of tetrahedral void 2 into 3.011 into 10⁻23 equals 6.022 into 10⁻23. Hence, total number of voids equals number of tetrahedral void plus number of octahedral void, that is 9.033 into 10⁻23. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന ഈ പ്രോബ്ലം. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. A certain metal M crystallizes in FCC lattice, face-centered cubic lattice. It forms a compound with the elements A and B. A occupy all the octahedral voids, B occupy
1/2 of the tetrahedral void. Find out the empirical formula of the compound. പ്രോബ്ലം വായിച്ചിട്ട് എന്ത് മനസ്സിലായി? അതായത് എം ഫോംസ് FCC ലാറ്റിസ് എന്ന് പറഞ്ഞു. അപ്പൊ FCC ലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്ന എം കൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫേസ് സെന്റേർഡ് ക്യൂബിക്കൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എത്രയാ? 4. അപ്പോഴ് യൂണിറ്റ് സെല്ലിലുള്ള എമ്മിന്റെ എണ്ണം 4. നമുക്കത് എഴുതാം. നമ്പർ ഓഫ് എം പെർ യൂണിറ്റ് സെൽ ഈക്വൽസ് എം. സോറി 4 ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ? അപ്പം ഒരു യൂണിറ്റ് സെല്ലിൽ 4 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര കാണും? പാർട്ടിക്കിൾസിന്റെ എണ്ണം തന്നെ 4 തന്നെ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാം. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് per unit cell equals 4 because number of octahedral voids is equal to the number of particles per unit cell. പിന്നെന്താ തന്നിരിക്കുന്നത്? A occupy all the octahedral voids. എല്ലാ octahedral voidലും A occupy ചെയ്യുന്നു. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര A ആറ്റംസ് കാണും? 4 തന്നെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എഴുതാം. നമ്പർ ഓഫ് A per unit cell equals 4. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് കാണും? ഒരു യൂണിറ്റ് സെല്ലിൽ ഉള്ള പാർട്ടിക്കിൾസിന്റെ ഇരട്ടി എണ്ണം ടെട്രാഹെഡ്രൽ വോയിഡ് കാണും. നമ്മൾ ക്ലാസിന്റെ ആദ്യമേ പഠിച്ചു. ഇഫ് there are n constituent particles in the close packing, there will be 2n tetrahedral void. Therefore, number of tetrahedral here FCC ആയതുകൊണ്ട് number of particles per unit cell 4 ആണ്. Therefore, number of tetrahedral void is 2 into 4 equals 8. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. number of tetrahedral void equals 2 into 4 equals 8. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? 1/2 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡിലാണ് ബി ആറ്റംസ് ഓക്കുപൈ ചെയ്യുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിൽ 8 ടെട്രാഹെഡ്രൽ വോയിഡ് ഉള്ളതിൽ അതിന്റെ പകുതി എണ്ണത്തിൽ മാത്രമേ ബി ഓക്കുപൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിലുള്ള ബിയുടെ പാർട്ടിക്കിൾസിന്റെ എണ്ണം എങ്ങനെയാ? 8ന്റെ പകുതി എണ്ണത്തിലേ ഉള്ളൂ. 8/2 4. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്പർ ഓഫ് ബി per unit cell equals 8/2 equals 4. അപ്പൊ നോക്കിയേ, ഇനി ഫോർമുല M forms compounds with A and B എന്നാ പറഞ്ഞേ. അപ്പൊ കോമ്പൗണ്ടിന്റെ ഫോർമുല എങ്ങനെ എഴുതാം? M is to A is to B equals അതാ എങ്ങനെ കിട്ടും? M4 ആണ്. പിന്നെ ഇതാ A4 B4 M4. അപ്പം 4 is to 4. അപ്പൊ കോമ്പൗണ്ടിന്റെ മോളിക്യുലർ ഫോർമുല എങ്ങനെ വരും? M4 A4 B4. നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്ന എംപിരിക്കൽ ഫോർമുലയും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എംപിരിക്കൽ ഫോർമുല, മോളിക്യുലർ ഫോർമുല. Empirical formula is the smallest simple ratio. അപ്പൊ അതിലെ സിമ്പിൾ റേഷ്യോ എടുക്കുമ്പോ എങ്ങനെയാ? 4:4:4. അതിന്റെ റേഷ്യോ എടുക്കാം 1:1:1. Therefore, empirical formula of the compound is MAB. M1 A1 B1. സ്മോളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ് എംപിരിക്കൽ ഫോർമുല. അപ്പൊ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല MAB. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. FCC ലാറ്റിസ് ആണ് M ഫോം ചെയ്യുന്നത്. അപ്പൊ FCC നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ 4 ആണ്. Therefore, number of M per unit cell 4. Number of octahedral void is same as equal to the number of particles per unit cell. Therefore, number of octahedral void 4. Number of A occupy all the octahedral void. Therefore, number of A per unit cell 4 തന്നെ. പിന്നെ total number of tetrahedral void is twice the number of particles in the unit cell. That is, particles 4 ആണ്. Therefore, 2 into 4 equals 8.
B occupy half of tetrahedral void. Therefore, number of B per unit cell tetrahedral void 8. 8 by 2 equals 4. Therefore, molecular formula M4, A4, B4. കാരണം M 4, A 4, B 4. Empirical formula smallest whole number ratio ആണ്. Therefore, 4:4:4 എന്നുള്ള 1:1:1. MAB. M1, A1, B1. Empirical formula MAB. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ പ്രോബ്ലം. അപ്പൊ ഇന്നത്തെ പ്രോബ്ലം എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ചെയ്തു പഠിക്കണം. ഓരോ പ്രോബ്ലവും പലതവണ ചെയ്തു പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരണം.